ആംബുലൻസ് ഡ്രൈവറുടെ അനുഭവത്തിലേക്കാണ്. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് സംഘർഷത്തിനിടെ രോഗിയുമായി എത്തിയ ആംബുലൻസിന് വഴിയൊരുക്കി മാതൃകയായി നാട്ടുകാർ. ആംബുലൻസ് പോയതിനു ശേഷം വീണ്ടും സംഘർഷം തുടരുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാണ് ഈ ദൃശ്യങ്ങൾ. അടി നിർത്തിയിട്ട് വഴിയൊഴുക്കി, എന്നിട്ട് നമ്മൾ കടന്നു പോയപ്പോൾ അവർ വീണ്ടും അടിച്ച്. അത് നന്മ പറ്റാത്ത ആളുകൾ തന്നെ ആയിട്ടല്ലേ. എനിക്ക് അപ്പോൾ ഒരു യുദ്ധഭൂമിയിലേക്കാണ് അന്ന് പോയി കയറി കൊടുത്തതല്ലേ? അതറിയില്ല. ഈ ടൈൽസ് കട്ട് ചെയ്യുന്ന ഇത് തട്ടിയിട്ട് ആ പേഷ്യൻറ്റിനെ കൈയറ്റു വീണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. നമ്മൾ ഇവിടുന്ന് കയറി വണ്ടി, നമ്മൾ സാധാരണ പോണ റൂട്ടാണത്. ഇതിലെ റമ്മത്തോട്ടലിൻ്റെ അങ്ങോട്ട് കയറിയിട്ട് ഒറ്റമ്മല അവിടെ ചെന്ന് ഇറങ്ങില്ല, വളഞ്ഞു പോകണ്ടല്ലോ. ചെന്നത് തന്നെ അവരെ മുന്നിലേക്കാണ്. പക്ഷേ നമ്മളെ മനസ്സ് മുഴുവൻ പേഷ്യൻറ്റിനെ അത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കുക എന്നുള്ള. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കൂട്ടും ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് കിട്ടി. പക്ഷേ അതിൽ കുറേ നല്ല ആളുകളുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നമ്മളെ മനസ്സിലില്ല. ഇത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇവർ കുറേ ആൾക്കൂട്ടത്തിൻ്റെ മുന്നിലാണ് ഞാൻ വണ്ടി ചെന്ന് നിൽക്കുന്നത്. അവിടെ ചവിട്ടി നോക്കുമ്പോൾ പിന്നെ അവിടുന്ന് കുറേ ആളുകൾ വരുന്നു, വണ്ടിക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നു. എന്തൊക്കെയോ സംഭവിച്ചന്നേരം ചെയ്ത്. ഞാൻ ആ വണ്ടി കടന്ന് മുന്നോട്ട് പോയ സമയത്താണ്, മുന്നോട്ട് പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ മിറർ കൂടെ നോക്കുമ്പോഴാണ് ബാക്കിൽ കൂട്ടടി നടക്കുന്നത്. സമരം അടിപിടി പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് അങ്ങോട്ട് വന്നേന്ന് പോലും വേറെ ആൾക്കാർ കുറേ ആളുകൾ പറയുന്നത്. ആംബുലൻസുകാർ അതിനൊന്നും കൂട്ടിക്കൂല. ഇതൊക്കെ ഉണ്ടായിട്ടും അവർ തമ്മിൽ എങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ആംബുലൻസിന് ഒരു വഴിയൊരുക്കില്ലേ. വല്ലാതൊരു അനുഭവം തന്നെ. അതാണ് ചേവായൂർ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM കോൺഗ്രസ് സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്കാണ് സലീംക്ക് ആംബുലൻസുമായി വരുന്നത്. ആംബുലൻസ് കടത്തിവിട്ടത് രണ്ടു കൂട്ടർ ഒറ്റക്കെട്ടായാണ്. അതിനുശേഷം വീണ്ടും കൂട്ടയടി. നമ്മുടെ നാടിൻ്റെ നന്മ എന്നൊക്കെയുള്ള ക്യാപ്ഷനോട് കൂടിയാണ് ദൃശ്യങ്ങൾ വൈറലായി പോയിക്കൊണ്ടേയിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ജോം ടിക്കിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.